നവകേരള സർവേയുടെ യഥാർത്ഥ ലക്ഷ്യം തുടർഭരണം ഉറപ്പാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കുന്നതിന്റെ തെളിവ് പുറത്തു വന്നിരിക്കുന്നു. സർവേയുടെ ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി തിരുവനന്തപുരത്ത് ഒക്ടോബർ 22 സംഘടിപ്പിച്ച ശില്പശാലയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. എന്തുകൊണ്ട് തുടർഭരണം വേണമെന്ന ജനത്തെ വോളണ്ടിയർമാർ ബോധ്യപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ശബ്ദരേഖ കേൾക്കാം. എല്ലാ കാര്യങ്ങളും നാടിന്റെ മുന്നിൽ അവതരിപ്പിക്കുക. അവർക്ക് വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് നമ്മൾ പോകുന്നത്. അതാണ് നമ്മുടെ ദൗത്യം. അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നിലവിലുള്ളതിനെ പറ്റി ഒരുപാട് സംശയങ്ങളും അഭിപ്രായങ്ങളും അവർ പ്രകടിപ്പിച്ചു. അത് കേട്ട് വിശദീകരണം കൊടുക്കാതെ വരാൻ പാടില്ല. എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ വിശദീകരണം കൊടുക്കാൻ നമുക്ക് കഴിയും. അതില് ഒരു പ്രശ്നം, ഇപ്പോ 10 വർഷമായി ഇവിടെ LDF സർക്കാർ അധികാരത്തിലിരിക്കുകയാണ്. ഇനി വീണ്ടും അത് തുടരണം. ഇവിടെ സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ആ ഗവൺമെന്റിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നാട്ടിൽ സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷെ കേരളത്തിലൊരു പ്രത്യേകത, നാട്ടിൽ ഇറങ്ങിയാൽ കാണും നിങ്ങളെ പണ്ടർമാരി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവരെല്ലാവർക്കും ബോധ്യപ്പെടും ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും നാട്ടിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ വസ്തുത. മാത്രമല്ല, എന്തുകൊണ്ടാണ് തുടർഭരണം വേണം എന്ന് പറയുന്നത്? നമ്മുടെ നാടിന്റെ നേട്ടങ്ങൾ സംരക്ഷിക്കണം, കൂടുതൽ നല്ല നിലയിലേക്ക് നാടിനെ ഉയർത്തണം. അതിന് തുടർഭരണം ആവശ്യമാണ്. അല്ലെങ്കിൽ പുറകോട്ട് പോവുകയാണ് ചെയ്യുക. മുൻകാലങ്ങളുടെ അനുഭവമാണ്. 2021 തുടർഭരണത്തിന്റെ ഭാഗമായി നല്ല നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. 2031 ആകുമ്പോഴേക്ക് കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഒരു പ്രത്യേക നിലയിലേക്ക് എത്തുകയാണ്. നല്ല രീതിയിലേക്ക് നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയണം. അതിന്റെ ഭാഗമായുള്ള നല്ല മാറ്റം കേരളത്തിന് സംഭവിക്കണം. അതിന് നമ്മൾ സാധാരണ പറയുന്നത് നവകേരളം എന്നത് നമ്മുടെ നാടിന്റെ ജീവിത നിലവാരത്തിൽ വരുന്ന മാറ്റമാണ്. എല്ലാവർക്കും ആ മാറ്റം അനുഭവപ്പെടും. അതിന് വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാജ്യങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിലെ ജീവിത നിലവാര തോത് ഉയർത്തുക. ഇതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട്. ആ മുന്നേറ്റത്തിന് ഒരു തുടർഭരണം എന്നത് ഒഴിച്ചുകൂടാത്തതാണ്. ഇതുകൂടി നമ്മുടെ പോകുന്ന ആളുകളുടെ മനസ്സിൽ ഉണ്ടാകും. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, വളണ്ടിയർമാർക്കുള്ള നിർദ്ദേശം, നമ്മുടെ വളണ്ടിയർമാരും ഇറങ്ങുകയാണല്ലോ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഈ സർവേ ഒരു തുടർഭരണവുമായി ബന്ധപ്പെട്ട സർവേ അല്ല എന്ന വാദം പൊളിക്കുന്ന ശബ്ദരേഖയിലെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തുടർഭരണത്തിന് രാഷ്ട്രീയ പരിപാടിക്ക് സർക്കാർ ഫണ്ട് എടുത്തുകൊണ്ട് ചെലവഴിച്ചിരിക്കുന്നു ആ 20 കോടി എന്ന് തെളിയുകയല്ലേ? സ്മൃതി, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ സർവേ അത് മരവിപ്പിച്ചു നിർത്തിവെച്ചിരുന്നു. ആ സർവേയിൽ ലക്ഷ്യമിട്ടത് രാഷ്ട്രീയം തന്നെയായിരുന്നു. കാരണം LDFന്റെ ഒരു തുടർഭരണം ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ സർവേ നടത്താൻ വേണ്ടി അതിന്റെ സന്നദ്ധ പ്രവർത്തകരെ ആ ഫീൽഡിലേക്ക് വീട് സന്ദർശിക്കാൻ അയക്കുന്നത്. അതിൽ കൃത്യമായ ഒരു നിർദ്ദേശം നൽകുന്നുമുണ്ട്. തുടർഭരണം അത് വികസനത്തിന് അനിവാര്യമാണ്. കേരള വികസനത്തിന് സംസ്ഥാനത്ത് LDFന്റെ തുടർഭരണം വേണമെന്നാണ് മുഖ്യമന്ത്രി ആ ശില്പശാലയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർവേ നടത്തുന്നത്. അത് മനസ്സിലുണ്ടാകണം. മാത്രവുമല്ല, ആ സർവേ നടത്തുമ്പോൾ ഒരുപക്ഷെ പ്രകോപനമൊക്കെ ഉണ്ടാകും. അതൊക്കെ നേരിടണം. വളരെ രമ്യതയിൽ അത് പരിഹരിക്കണം. ആ പ്രശ്നങ്ങളും പരാതികളും കേട്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് കൃത്യമായ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് തുടർഭരണത്തിന് സാഹചര്യം ഒരുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് സന്നദ്ധ പ്രവർത്തകരെ അത് സർക്കാർ ഫീൽഡിലേക്ക് അയച്ചിരുന്നത്, ഗൃഹസന്ദർശനത്തിന് അയക്കാൻ തീരുമാനിച്ചത് എന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ വ്യക്തമാകുന്നത്. പ്രതിപക്ഷം ഇതാണ് ചോദ്യം ചെയ്തത്. സർക്കാരിന്റെ ചിലവിൽ LDFന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ LDFന്റെ പ്രചാരണം നടത്താൻ ശ്രമിക്കുന്നു എന്ന ആരോപണമായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയത്. അങ്ങനെയാണ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ആ സർവേ തന്നെ നിർത്താൻ വേണ്ടിയുള്ള ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തത്. സ്മൃതി, ശരി, ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് വോളണ്ടിയർമാർക്ക് നിർദ്ദേശം നൽകുന്ന ഓഡിയോ ആണ്. മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.